പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് മാർച്ച് 30 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങൾ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭൂമുഖത്ത് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഡെയിലി ബ്രെഡിൽ മനസ്സ് ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ആശീർവദിക്കുന്നു. കൃപാസനത്തിൻ്റെ ഇന്നുവരെ നടന്നിട്ടുള്ള മുഴുവനും ആരാധനകളുടെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ ദിവസത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഹോംവർക്കുകൾ, കുറേ ആൾക്കാർ ഞായറാഴ്ച വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടി കുറേ ഹോംവർക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ലേ? ഇന്ന കാര്യങ്ങൾ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കണം, പറഞ്ഞു തീർക്കണം, യാത്ര ചെയ്ത് തീർക്കണം,
അരിയർ ഉണ്ടാകരുത്, കുടിശ്ശിക ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷൻ എടുത്ത് ചെയ്യുന്നില്ലേ? അത് പലർക്കും പലതാണ്. ചിലർക്ക് ബന്ധു വീട്ടിൽ പോകണമായിരിക്കും, ചിലർ ബന്ധുക്കളുടെ വീട്ടിൽ പോകണതായിരിക്കും, ചിലർക്ക് ചില ആൾക്കാരെ ക്ഷേമം അന്വേഷിച്ച് രോഗികളെ സന്ദർശിക്കാൻ പോണതായിരിക്കും, ചിലർക്ക് പഠിക്കുന്നതായിരിക്കും, ചിലർക്ക് റെക്കോർഡ് എഴുതുന്നതായിരിക്കും, ചിലർക്ക് റിസർച്ച് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് വായിക്കുന്നതായിരിക്കും, ചിലർക്ക് ചില മറുപടികൾ വിടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ അസൈൻമെൻറ്റുകളുണ്ടാകും ഹോംവർക്കുകളായിട്ട്. അതെല്ലാം ഈശോയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ യാത്ര തോബിയാസിൻ്റെ യാത്രയ്ക്ക് ആശീർവദിച്ച പോലെ ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ യാത്രകളെ ആശീർവദിക്കുന്നു. എബ്രഹാത്തിൻ്റെ പുത്രൻ ഇസഹാക്കിന് ജീവിത പങ്കാളി അന്വേഷിക്കാൻ വേണ്ടി പുത്രനെ അങ്ങ് എബ്രഹാം പ്രാർത്ഥിച്ച് യാത്രയാക്കിയതുപോലെ ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയും ശുഭമാക്കാൻ വേണ്ടിയും നിങ്ങളുടെ യാത്രകളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ, 2 വീലേഴ്സ്, 4 വീലേഴ്സ്, ഉടമസ്ഥയുള്ള വാഹനങ്ങൾ, ഹയർ ചെയ്ത വാഹനങ്ങൾ, നിങ്ങൾ ഇരിക്കേണ്ട സീറ്റ് പോലും കർത്താവിൻ്റെ നാമത്തിൽ ഇൻഷുർ ചെയ്തുകൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളുടെ യാത്രയെ ആശീർവദിക്കുന്നു. കർത്താവെ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിങ്ങൾ ശുഭമായിരിക്കാൻ വേണ്ടി ആശീർവദിക്കുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമം, ചില കാര്യങ്ങൾ ചിലർ മറന്നു പോകാറുണ്ട്. ചില ആൾക്കാരുടെ മറവി കൂടപ്പിറപ്പ് പോലെ ആയിട്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പറയേണ്ടത് പറയണില്ല, ചെയ്യേണ്ടത് ചെയ്യണില്ല, എടുക്കേണ്ടത് എടുക്കണില്ല, രേഖകൾ മറന്നു പോകുന്നു. അങ്ങനെ മറന്നു പോയതിൻ്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്ന മക്കളെ ഇപ്പോഴിപ്പോൾ രണ്ടാമത് ആശീർവദിക്കുന്നു. കർത്താവെ, അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി, അത് പരിഹരിക്കുക. അതുപോലെ കാണാപോയ വസ്തുക്കൾ കർത്താവെ, അതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ആശീർവദിക്കുന്നു. തമ്മിൽ ഭിന്നതയോടെ കഴിയുന്നവർ, ഐക്യപ്പെട്ട് ജീവിച്ചതിനെ കൊള്ളാമായിരുന്നു, ആരാദ്യം ഐക്യപ്പെടുമെന്ന് അറിയത്തില്ല, ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുമെന്ന് അറിയത്തില്ലെന്ന് ആശങ്കപ്പെടുന്നവരെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ ശബ്ദത്തിലേക്ക് ആവശ്യിക്കട്ടെ. നിനക്കതിനുള്ള അവസരം കർത്താവ് നൽകട്ടെ. ലോർഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ്, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ, അതായത് ഈ അനുതാപത്തിന് പോലും ഇപ്പം നോൻപ് ഒരവസരമാണല്ലേ, ഇതിൻ്റെ അവസരമാണ്, അനുതപിക്കാനുള്ള അവസരമാണ്. ഹെബ്രായർ 12:17 എടുത്തേ. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഇതാണ് സംഭവം. അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അവസരമാണിത്, അനുതാപത്തിൻ്റെ ഒരു അവസരമാണിത്. നോമ്പുകാലമേ, അനുതാപത്തിൻ്റെ അവസരമാണ്. നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം എന്തെല്ലാം വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ജീവിതം അശുഭമാകാൻ സാധ്യതയുണ്ട്. ദൈവം ശുഭമാക്കുന്നില്ലേ? ഇപ്പം ജെറമിയ 7:23 എടുത്തേ. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു. എന്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ. നിങ്ങൾക്ക് ശുഭമായിരിക്കും. എൻ്റെ മക്കളെ, അതായത് ആക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഉടമ്പടിയുടെ ഉദ്ദേശം. എന്താ? ഞങ്ങൾക്കറിയാം, കൃപാസനത്തിൽ ദിവസവും ആൾക്കാർ സാക്ഷ്യം പറയുകയല്ലേ, അവരുടെ ജീവിതം ശുഭമായ കാര്യങ്ങളാണ് പറയണത്. ചില ആൾക്കാർ ഉടമ്പടിക്ക് അത്ര കണ്ട അനുഭവങ്ങൾ ചേർക്കില്ല. എന്താ കാര്യം? അവരെടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറേ ആരംഭമായിട്ട് തന്നെ മടുപ്പോടുകൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട്, പ്രോത്സാഹനം കൊണ്ട്, പിന്നെ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയുടെ ഉപ്പ് നോക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരും സാക്ഷ്യബോധരുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ശുഭമാക്കണമെന്നാണ്. ഇപ്പം ദൈവം തന്നെ ലോകം സൃഷ്ടിച്ചപ്പോൾ എന്താ പറഞ്ഞത്?
എല്ലാം ശുഭമായിരിക്കണം എന്നല്ല പറഞ്ഞതല്ലേ? എല്ലാം ശുഭമായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ബേസിക് മെൻറ്റാലിറ്റി എന്താണ്? എല്ലാം ശുഭമാക്കുക, എല്ലാം നല്ലതാണെന്ന് കണ്ടു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 1:31 വാക്യം വായിച്ചേ. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. ദൈവിക ഇടപെടലിൻ്റെ മൗലികമായ മുഖമുദ്രയാണ് ശുഭം എന്ന് പറയണത്. എല്ലാം എന്നാണ് പറയണത്. വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. എല്ലാം നല്ലതായിരിക്കുന്നത് കണ്ടു എന്ന് ഓരോ ദിവസവും കഴിയുമ്പോഴും അവസാനം പറയണത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയാൻ കാര്യം? ദൈവത്തെക്കാൾ വലിയൊരാളില്ലാത്തത് കൊണ്ടാണ് ദൈവം തന്നെ നല്ലതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിലയ്ക്കൽ ധ്യാനിപ്പിക്കാൻ പോയി. അവിടെ എക്യുമെനിക്കൽ ചർച്ച നമ്മുടെ വനത്തിൻ്റെ ഉള്ളിലെ. അപ്പോൾ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞത്, എല്ലാം ശുഭമായിരിക്കണം ദൈവം കണ്ടതിൻ്റെ കാരണം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഉൽപ്പത്തി 1:31 എന്ന് പറഞ്ഞത്, സൃഷ്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അപ്പോൾ ദൈവം കണ്ടു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം നന്നായിരിക്കുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഹെബ്രായർ 6:13 അതിൻ്റെ കാരണം. അത് ആ ലിങ്ക് ഇന്നലെയാണ് പരിശുദ്ധാത്മാവ് പറയണത്. പറഞ്ഞേ. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു. അത് തന്നെ ആ പ്രിൻസിപ്പിളാണ് ഇവിടെ എടുത്തിരിക്കണേ. എന്നുവെച്ച് കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലതാണെന്ന് ദൈവം കാണുകയാണ്. എന്താ കാര്യം? അത് നല്ലതാണെന്ന് പറയാൻ ദൈവത്തെക്കാൾ വലുത് വലിയവർ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം തന്നെ അത് വളരെ നല്ലതാണെന്ന് പറയുക. കാര്യം നല്ലതാണത്. നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ എന്തെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു വിചാരിച്ചോ, അത് ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ട് അസ്വസ്ഥതയായിട്ട് തോന്നിയാലും, ഇപ്പം കഴുതക്കുട്ടി അഴിച്ചപ്പോൾ ആ ഉടമസ്ഥനെ അസ്വസ്ഥത തോന്നിയില്ലേ? ഇപ്പം ലൂക്കായുടെ സുവിശേഷം 19:33-34 വചനങ്ങളില്ലേ? അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ നിന്റെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് സങ്കടപരമായ എന്തെങ്കിലും സംഭവം നടന്നാൽ ഉടനെ അതിനെ ശുഭമാക്കണം. എന്താണ്? കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നീ സ്വയം പ്രഖ്യാപിച്ചു. അത് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് വക മാറ്റിയിട്ട് ആ ദൈവത്തിൻ്റെതായിട്ട് ദൈവ മനസ്സിനായിട്ട് സമർപ്പിച്ച് ശുഭമാക്കണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.